Hey guys, welcome back to my channel with Choose Jenny. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് അതേപോലെ തന്നെ ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് വേറെ ഒന്നുമല്ല, ഞാൻ കണ്ണിൻ്റെ ഒരു ലാസിക് സർജറി കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു, റെസ്റ്റിലായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, ഓൾമോസ്റ്റ് 1 month ആവാറായി. നമുക്കതിനെ സ്ക്രീനിൽ കുറേ നേരം നോക്കിയിരിക്കാൻ അങ്ങനെയൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓക്കെയാണ്, ജോലിക്കൊക്കെ പോയി തുടങ്ങി. ഇന്ന് ലീവ് എടുത്തിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് കണ്ണിൻ്റെ ഡോക്ടറെ കാണാൻ പോകേണ്ട ദിവസമാണ്, അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇന്ന് ലീവ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വീട്ടിലാണെങ്കിൽ അമ്മയില്ല, കാരണം അമ്മയുടെ വീട്ടിലാണ്. അമ്മമ്മ അവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് അമ്മ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു ദിവസം ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുക്കാമെന്ന്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഡേ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ രാവിലെ കഴിഞ്ഞിട്ട് ഫ്രഷൊക്കെ ആയി കഴിഞ്ഞു. നമുക്ക് രാവിലത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. ഫുഡ് ചപ്പാത്തിയും ഇന്നലെ ഞാൻ മഷ്റൂം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. മഷ്റൂം കറിയും ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചപ്പാത്തി ഓൾറെഡി നമ്മൾ പുറത്തുനിന്ന് വാങ്ങി, ഞാൻ ഉണ്ടാക്കിയ ചിലപ്പോൾ റെഡി ആയില്ലെങ്കിൽ. അപ്പോൾ നമുക്കിന്ന് മഷ്റൂം റോസ്റ്റോ കറിയോ ഉണ്ടാക്കാം. എന്തായാലും യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മഷ്റൂം ഇന്നലെ വാങ്ങിയതാണ്. നമുക്കിത് തുറന്നിട്ട് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ചപ്പാത്തി എനിക്ക് ചൂടാനും പരത്താനും അറിയാം, പക്ഷേ ഈ കുഴച്ച് ആ ഒരു വെള്ളത്തിൻ്റെ ഇതൊക്കെ സെറ്റാക്കി ഞാൻ നല്ല രീതിയിൽ കുഴച്ചെടുക്കണ്ടാണ്, അതെനിക്ക് അറിയില്ല. അമ്മ ഇവിടെ കുഴച്ച് വെച്ചാൽ ഞാൻ അത് പരത്തും ചൂടും അതൊക്കെ ഓക്കെയാണ് കേട്ടോ. അപ്പം ഇതുണ്ടായാലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ വേഗം കറി ഉണ്ടാക്കാം. ലെറ്റ് സ്റ്റാർട്ട് മേക്കിംഗ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് സോ സിമ്പിളാണ്. നമ്മൾ നന്നായി കഴുകിയിട്ട് നമ്മുടെ മഷ്റൂം ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി, സവാള, ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ കുറച്ച് പൊടികൾ മാത്രം ആവശ്യമുള്ളൂ കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടെ ഓൾറെഡി പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ തിളച്ച് വരുമ്പോൾ ഏലക്കായ, വീട്ടിലുള്ളവർക്ക് ഏലക്കായ ഇടാം. ഇവിടെ ഏലക്കായ ഉണ്ടോയെന്ന് അറിയില്ല, ഉണ്ടോ നോക്കട്ടെ. ഉണ്ടെങ്കിൽ ഞാനത് ഇടും, ഇല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് സവാള ഇടുന്നതാട്ടോ. അപ്പോൾ അത് ഏലക്കായ കിട്ടിയിട്ടുണ്ട്. ഞാനൊരു 4-5 ഏലക്കായ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഏലക്കായ ഒന്ന് ചൂടായിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ എന്താ ഈ സവാള ഇതിലേക്ക് ഇടാൻ പോവാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 2 വലിയ സവാള കേട്ടോ. ഒരു പാക്കറ്റ് മഷ്റൂമിന് ഞാൻ 2 വലിയ സവാളയും പിന്നെ 3 കുഞ്ഞി തക്കാളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ ഏകദേശം ഒരു കണക്ക്, ഒരു 5-6 വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ഒരു മീഡിയം കഷ്ണം ഇഞ്ചി. ഗൈസ്, ഈ സവാള നന്നായി വാടുന്ന സമയം കൊണ്ട് നമുക്ക് ഉച്ചത്തേക്കുള്ള ചോറിനുള്ള അരി കുക്കറിൽ ഇടാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ നമ്മുടെ വാട്ടർ പ്യൂരിഫയറിൻ്റെ അവിടെ പോയിട്ട് വെള്ളം നിറച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ അരി ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ കുക്കർ സ്റ്റവിൻ്റെ മുകളിൽ വെക്കട്ടെ കേട്ടോ. അടി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ തക്കാളി ആഡ് ചെയ്യാം കേട്ടോ. 3 കുഞ്ഞു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് വാടി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം കേട്ടോ. പിന്നെ പൊടികൾ ഇടാം, നേരെ നമ്മുടെ മഷ്റൂമിടെ വേവിക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. ആ നേരം കൊണ്ട് ഞാനിതാ 2 ഗ്ലാസ് അരി കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ പൊതുവെ ഉച്ചയ്ക്കും രാത്രിയും ചോറാവാറ് മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇടയ്ക്കെപ്പോഴാണ് നമ്മൾ രാത്രി ദോശ ചപ്പാത്തി അങ്ങനെ കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ 4 പേർക്ക് കൂട്ട് 2 ഗ്ലാസ് നിറയെ അരി എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തോട് നന്നായി കഴുകിയിട്ടുണ്ട്. നമുക്കിനി ഇത് തിളച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും ഇടാം കേട്ടോ. ഇത് കുറച്ച് കൂട്ടി വെച്ചിട്ട് ആക്കാം, കാരണം സമയം ഇപ്പോൾ ഒരു 9:30 ആയിട്ടുണ്ട്. അച്ഛനിപ്പോൾ വിശന്ന് തുടങ്ങും. നമുക്ക് വേഗം റെഡിയാക്കണം. നമുക്ക് ലീവുള്ള ദിവസം ആയതുകൊണ്ട് നേരത്തെ എണീക്കില്ലല്ലോ. എണീക്കാൻ തന്നെ ഒരു 9 മണിക്ക് ആയിട്ടുണ്ടായി. ഇതേ നമ്മുടെ തക്കാളി നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടുണ്ട് കേട്ടോ. നന്നായി ഒന്ന് ഇതായി വരുമ്പോൾ നമുക്ക് പൊടികൾ ആഡ് ചെയ്യാൻ തുടങ്ങാം. തക്കാളി നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഓരോ പൊടികളായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് കശ്മീരി ചില്ലി ആട്ടോ. കശ്മീരി ചില്ലി ഒരു വലിയ സ്പൂൺ ഇടുന്നുണ്ട്, കളറൊക്കെ കിട്ടാൻ വേണ്ടി ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ മുളക് പൊടി ആണെങ്കിൽ ഇത്ര ഒരു വലിയ സ്പൂൺ ഇടേണ്ടി വരില്ലായിരിക്കും. ഇത് ഞാൻ 1 സ്പൂൺ നിറയെ ഇടുന്നുണ്ട് കേട്ടോ. അടുത്തൊരു പൊടിക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
കുറച്ച് കേട്ടോ, ഒരു കുരുമുളക് പൊടിയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അടുത്ത കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിക്ക് ശേഷം പിന്നെ കുറച്ച് മല്ലിപ്പൊടി കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യാം കേട്ടോ. ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ. നെക്സ്റ്റ് നമുക്ക് ഗരം മസാല ആഡ് ചെയ്യാം കേട്ടോ. ഇത് കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിന് വേണ്ട ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം, കൂടിപ്പോയത്. ഞാൻ പലപ്പോഴും ഉപ്പിടുമ്പോൾ കൂടിപ്പോകാറുണ്ട്. അപ്പം അതിന് ശേഷം ഞാൻ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമുക്കൊരു പാകത്തിന് ഉപ്പിടും. പിന്നെ ഇപ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്താൽ പോരെ. നെക്സ്റ്റ് ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഒത്തിരി വെള്ളം ഒഴിക്കരുത്, കൂണിന്ന് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് നമ്മളൊരു പാകത്തിന് അളവിൽ വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചിട്ട് തിളപ്പിച്ചാൽ മതി. നമ്മുടെ കുക്കറിലെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ അരിയിലേക്ക് ഇടാം കേട്ടോ. കുക്കർ നമുക്ക് ക്ലോസ് ചെയ്യാം കേട്ടോ. 2 വിസിലായി കഴിഞ്ഞാൽ നമ്മുടെ ചോറ് ഏകദേശം വേവും. മഷ്റൂമിൻ്റെ ഗ്രേവി ഇതാ സെറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മഷ്റൂമിലേക്ക് ഇടാട്ടോ. ഗ്രേവി തിളച്ചിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് ഇടാട്ടോ. നമുക്കിതൊന്ന് ജസ്റ്റ് മൂടി കൊടുക്കാം. ഒരു 7 മിനിറ്റോളം ഇതിങ്ങനെ മൂടി കിടന്നിട്ട് വേവണം കേട്ടോ. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഏകദേശം 7 മിനിറ്റ് ആയിട്ടുണ്ട്. അതിൽ നന്നായി വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടി ഡ്രൈ ആക്കാന്നുള്ളവർക്ക് ആക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഗ്രേവി ആകുന്നവർക്ക് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യാം. നമ്മുടെ എന്തായാലും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചപ്പാത്തിയുടെ കഴിക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചൂട് പറക്കുന്ന മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേഗം പോയിട്ട് കഴിക്കാം. ഇത് കഴിച്ചോളാം. നല്ല രസമില്ല. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കഴിച്ചിട്ട് ബാക്കി പരിപാടികൾ നോക്കാം. നെക്സ്റ്റ് ആയിട്ട് കുറച്ച് തുണികൾ വാഷിംഗ് മെഷീനിൽ ഇടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാവരും തുണികൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് 59 മിനിറ്റ് ആട്ടോ നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ അത് അവിടെ നടന്നുകൊണ്ടിരിക്കട്ടെ. നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഉച്ചത്തേക്ക് എന്തെങ്കിലും കറികൾ ഉണ്ടാക്കാം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ എന്ത് കറികളാണെന്ന് യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടതാട്ടോ. അത് തക്കാളിയും മോരൊക്കെ കൂടി കാച്ചിട്ട് അങ്ങനത്തെ ഒരു കറിയാണ്. കുഴപ്പമില്ലായിരുന്നു കേട്ടോ ടേസ്റ്റ്. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ഉണക്കമുളക് ചുട്ടിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ, അതും ഉണ്ടായിരുന്നു. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിതാ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നു. നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോകാറ്. പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കിയത് ചോറും പിന്നെ ഒരു തക്കാളിയും മോരും കൂടിയിട്ടുള്ളൊരു കറിയും പിന്നെ ചുട്ടമുളക് ഉണ്ടല്ലോ, മുളക് ചുട്ടിട്ടുള്ള ചമ്മന്തിയും പപ്പടവും ഉണ്ട്. വേറെ നോൺ വെജ് ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വേഗം കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങട്ടെ. അമ്മേനെ പോയി നമ്മൾ ഓഫീസുണ്ട്, അമ്മയ്ക്ക് ഓഫീസുണ്ട്. അപ്പോൾ അമ്മേനെ പോയി പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അപ്പോൾ വേഗം കഴിച്ചിട്ട് ഇറങ്ങാൻ നോക്കട്ടെ. ഞാൻ ഉണ്ടാക്കിയ ഫുഡ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഇല്ലേ? അങ്ങനെ ഞാൻ അച്ഛനും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതെൻ്റെ കസിൻ തന്ന ബാഗാട്ടോ. എൻ്റെ അനിയൻ ഞങ്ങളും പോകുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. നേരെ നമ്മൾ പോയത് അമ്മയുടെ വീട്ടിലേക്കാണ്. അവിടെ അമ്മയും അമ്മയും ഉണ്ട് കേട്ടോ. അവരിതാ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എത്തുമ്പോൾ. ഇതെൻ്റെ അച്ഛൻ്റെ ഫോട്ടോയാണ് കേട്ടോ. അങ്ങനെ ഇതാ വേഗം ഫുഡ് കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ 3 പേരും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഇത് മുതുവറ ശോഭ മോളിൻ്റെ ഒക്കെ അവിടെ എത്തുമ്പോഴുള്ളൊരു ട്രാഫിക് ആട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് കടന്ന് കെട്ടി തൃശ്ശൂർ എത്താൻ വേണ്ടിയിട്ടൊരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ എടുക്കും. അങ്ങനെ ആ ട്രാഫിക്കിലൊക്കെ പെട്ട് നമ്മൾ 3:30 ആയപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. ഇതാണ് ഞാൻ പോണ ഹോസ്പിറ്റൽ ഐ വിഷൻ കണിമംഗലത്താട്ടുള്ളത്. 258 ടോക്കൺ നമ്പർ കിട്ടിയത്. അതൊക്കെ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടന്മാർ എടുത്ത് തന്നോളൂ, വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അമ്മ നോക്കും.
നമ്മുടെ ഡോക്ടറിൻ്റെ OP ഇവിടെ ആട്ടോ. അപ്പുറത്താണ് കണ്ണിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്യുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ നേരം ഇതിൻ്റെ അവിടേക്ക് വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ആണ് എൻ്റെ ഡോക്ടറിൻ്റെ OP. ലാവണ്യ പ്രമേയം എന്നാണ് നമ്മുടെ ഡോക്ടറിൻ്റെ പേര്. എൻ്റെ വിഷനൊക്കെ ചെക്ക് ചെയ്തു. പിന്നെ ഇവിടെ വയ്ക്കാൻ മതി, ഡോക്ടറെ കണ്ടാൽ മതി കേട്ടോ. ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഇനി നോക്കാം. കുറച്ച് നാൾ മുമ്പ് അമ്മ തേർഡ് സ്റ്റഡ് കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ഈ ഒരു വലിയ കമ്മലാണ് മൂന്നാമത്തെ കമ്മലായിട്ട് ഇട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്കും ഇനി ഇങ്ങനെ ഒരെണ്ണം കുത്തണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. 3 എണ്ണം ഓൾറെഡി കുത്തിയിട്ടുണ്ട്, എന്നാലും ഇനിയും അങ്ങോട്ട് ഒരെണ്ണൂടി കുത്തണം എന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഡോക്ടറെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെ ചെറിയൊരു കഫറ്റീരിയ പോലത്തെ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ ചായ കുടിച്ചിരിക്കുന്ന ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ടിനെ വീഡിയോ കോളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പയ്യെ ഇറങ്ങി കേട്ടോ. പോണ വഴിക്ക് നമ്മൾ 1-2 മരുന്നുകൾ കഴിഞ്ഞതുണ്ടായിരുന്നു, അത് വാങ്ങി. ഇത് ലീഫ് ആൻഡ് ലാറ്റെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഫേയാണ് കേട്ടോ. നമ്മുടെ ആർട്ടിഫിഷ്യൽ റെയിനൊക്കെ പോലെ വരുന്ന നല്ലൊരു കഫേയാണ്. ഇവിടെ കുറേ പ്ലാൻസ് ഒക്കെ ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് വാങ്ങുകയൊക്കെ ചെയ്യാം കേട്ടോ. കണ്ടില്ല, നല്ല രസമാണ് ഇതേ കൂടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറേ നാളും ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കണ്ടപ്പോൾ പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഗൂഗിളിൽ കുറച്ച് നെഗറ്റീവ് റിവ്യൂസ് കണ്ടപ്പോൾ പോകാനുള്ളൊരു മൂഡ് അങ്ങോട്ട് പോയിട്ട്. പക്ഷേ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു കഫേ. അപ്പോൾ എന്തായാലും കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. ഇത് ക്ലബ് സാൻഡ്വിച്ച് ആണ് കേട്ടോ. ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടതും അതായത് നോർമലി ഒരു റേറ്റൊക്കെ തന്നെ ഫുഡിനുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ക്ലബ് സാൻഡ്വിച്ചിന്. പിന്നെ ഞാനൊരു ഡേവിഡ് ഓഫ് കോഫിയാണ് വാങ്ങിയത്. പിന്നെ അച്ഛനമ്മയും കാപ്പിയും അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്ന് ഞങ്ങൾ ചായയും കാപ്പിയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ പോണത് മദർ ഹോസ്പിറ്റൽ, തൃശ്ശൂരുള്ള ഹോസ്പിറ്റൽ കേട്ടോ. അവിടെ പോയിട്ട് ഇനി നമുക്ക് ഒരു ഫാമിലി ഫ്രണ്ടിനെ കാണാനുണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ട് പോകും. അങ്ങനെ ഇതൊരു ഹാഫ് ആൻ അവറിനുള്ളിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. മദർ ഹോസ്പിറ്റൽ തൃശ്ശൂരാട്ടോ, അവിടെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഇവിടെ വലിയൊരു സപ്പോർട്ടയുടെ മരം ഉണ്ട് കേട്ടോ. ഭയങ്കര വലിയ മരമായിട്ടാണ് നിൽക്കുന്നത്. അപ്പം അമ്മ ഇങ്ങനെ അത്ഭുതത്തോട് പറയുന്നു, സപ്പോർട്ട് ഇത്രയും വലിയ മരമൊക്കെ ആയിട്ട് നിൽക്കേണ്ട അമ്മ ആദ്യമായിട്ടാണ് കാണണേന്ന്. അങ്ങനെ ഇതാ നമ്മൾ അവരെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പോണ വഴിക്കുള്ളൊരു പാടാട്ടോ. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ല സൺസെറ്റൊക്കെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് വീണ്ടും നമ്മൾ അമ്മയുടെ വീട്ടിലൊന്ന് കയറിയിട്ട് അവിടെ വെല്ലിച്ചനും വെല്ലിമ്മയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതാ ഹോസ്പിറ്റലിലൊക്കെ കണ്ണ് കാണിക്കാൻ പോയി. കണ്ണ് ഓക്കെയാണ്. നമ്മൾ ലാസ്റ്റിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കോർണിയയുടെ അവിടെ ചെറിയ മുറിവുണ്ടാവും. അപ്പോൾ അത് ഹീലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഫോൺ യൂസ് ചെയ്ത് സ്ട്രെയിൻ അധികം എടുക്കരുതെന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഫുള്ളായിട്ട് ഹീലായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും നാളെ എനിക്ക് ഷാമ്പൂ വാഷ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കണ്ണിൽ ഷാമ്പൂ സോപ്പൊന്നും നമുക്ക് സോപ്പ് വാഷ് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇനി പറഞ്ഞു സോപ്പ് വാഷ് ചെയ്യാം, നമ്മൾ നോർമലി തല ഷാമ്പൂ ഇട്ട് കാണുന്ന പോലെ കഴുകാമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എനിക്ക് ഷാമ്പൂ വാഷും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ബ്യൂട്ടി പാർലറിൽ പോയിട്ടാണ്. അപ്പോൾ അതാകുമ്പോൾ നമ്മൾ തല ഇങ്ങനെ പിന്നിലോട്ടാക്കിയിട്ടല്ല അവർ വാഷ് ചെയ്യാം. അപ്പോൾ കണ്ണിലേക്കൊന്നും സോപ്പ് ആവില്ലല്ലോ, അങ്ങനെ കഴുകിണ്ടായിരുന്നത്. അപ്പോൾ ഇനി അതൊക്കെ നോർമലി എങ്ങനെയാണോ അങ്ങനെ ചെയ്യാം. പിന്നെ ജിമ്മിലൊക്കെ പോകുമ്പോൾ ഹെവി വർക്കൗട്ട്സ് എടുക്കരുത് പറഞ്ഞു. നോർമലി നമ്മുടെ കാർഡിയോ വർക്കൗട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഈ പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് ഒന്നും വെക്കുന്നില്ല. നമ്മൾ നല്ല സൂര്യവെളിച്ചത്തിലൊക്കെ പോകുമ്പോൾ സൺഗ്ലാസ് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ കണ്ണ് നന്നായി അമർത്തി തിരുമരുതെന്ന് പറഞ്ഞു. പണ്ട് ഹീലായിട്ടല്ലല്ലോ, അപ്പോൾ കുറച്ച് നാളും കൂടി നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അമർത്തി തിരുമരുത്, അല്ലാണ്ട് നമുക്ക് ജസ്റ്റ് ഇനിയിപ്പോൾ ഐലൈനറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പെർഫെക്റ്റ്ലി ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ടു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ അമ്മമ്മയുടെ വീട്ടിൽ കയറി അമ്മമ്മേനെയും എല്ലാവരെയും കണ്ടു. ഇപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഡ്രസ്സ് മാറിയിട്ട് ജസ്റ്റ് ഫുഡ് കഴിക്കണം. ഞാൻ പിന്നെ കുറച്ച് നേരം TV കാണും. നാളെ സൺഡേ ആണല്ലോ, നാളെയും ലീവാണ്. അങ്ങനെ പിന്നെ അമ്മ എത്തിയിട്ടുണ്ട് വീട്ടിൽ. അപ്പം അത്രയൊക്കെയുള്ള ഇപ്പോഴത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ മാറട്ടെ കേട്ടോ. പിന്നെ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്യട്ടെ. കുറേ നാളായിട്ട് ഞാൻ മുഖം വാഷ് ചെയ്ത് കുളിക്കുമ്പോൾ വരെ ആ ഗ്ലാസ് ഇട്ടിട്ടാണ് ഞാൻ കുളിച്ചിരുന്നത്. കാരണം കണ്ണിക്ക് വെള്ളമാവണ്ട, സോപ്പാവണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട്. നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും മേലൊക്കെ സോപ്പ് വയ്ക്കുമ്പോൾ അറിയാതെ ഒരു ഇങ്ങനെ കുഞ്ഞു ഇത് കണ്ണിലേക്ക് വീഴാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഗ്ലാസ് ഇട്ടിട്ടേ ഇതുവരെ കുളിച്ചിരുന്നുള്ളൂ. പിന്നെ കടന്നുറങ്ങുമ്പോൾ ഞാൻ ആ കറുത്ത ഗ്ലാസ് നമ്മുടെ ആ ചെസ് സിനിമയിൽ ദിലീപൊക്കെ വെച്ചിരുന്നില്ല ഒരു ഗ്ലാസ്, അതേപോലത്തെ ഗ്ലാസ് ഉണ്ടായിരുന്നു. കിടക്കുമ്പോൾ അത് യൂസ് ആയിട്ട് കിടന്നിരുന്നു, അറിയാണ്ട് കണ്ണിലേക്ക് കയ്യും തട്ടണ്ട വെച്ചിട്ട്. പിന്നെ അതൊന്നും വേണ്ടി വരില്ല. പക്ഷെ ആ ഗ്ലാസ് ആക്ച്വലി എനിക്ക് ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് രാത്രി ഇതിട്ട് കിടന്നപ്പോൾ രാവിലെ ആയാൽ പോലും ആ ഇരുട്ട് നമ്മുടെ കണ്ണിനുണ്ടാവും. നമ്മൾ ഈ വെളിച്ചമൊക്കെ തട്ടിയിട്ട് പെട്ടെന്ന് എണീക്കില്ല, അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ബഹളം കേട്ട് എണീക്കും, അത് വേറെ കാര്യം. പക്ഷേ വെളിച്ചം തട്ടി എണീക്കില്ല, നല്ല ഡാർക്കായിട്ട് തന്നെ ഇരുന്നു. അതുകൊണ്ട് നല്ലതായിരുന്നു കേട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. പിന്നെ കണ്ണ് തിരുമേണ്ട കാര്യം എന്ന് വെച്ചാൽ കണ്ണ് പൊതുവേ നന്നായി ഇങ്ങനെ അമർത്തി തിരുമുന്നത് കണ്ണിന് നല്ലതല്ല അത്ര. അപ്പം അതുകൊണ്ട് ചെയ്യേണ്ട. പിന്നെ ഇതിന് നമ്മൾ ചെയ്തത് എൻ്റെ ആ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ വിഷൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു.
എനിക്കും തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ അന്ന് പോയിട്ട് ചേനന് മുമ്പ് പോയിട്ട് നമ്മുടെ 2 കണ്ണും ഇങ്ങനെ ഹൈഡ് ചെയ്തിട്ട് ചെയ്യില്ല. അപ്പോൾ എനിക്ക് ഈ റൈറ്റ് ഐക്ക് കേട്ടോ വിഷയം കുറവുണ്ടായിരുന്നു. ഇതിനും കുറവാണ്, ഇതിൻ്റെ അത്ര ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് പോയി നോക്കിയപ്പോൾ എനിക്ക് ഈ റൈറ്റ് ഐക്കും പണ്ടത്തിനെയും കാട്ടിയും ഒറ്റയ്ക്ക് ഇങ്ങനെ വായിക്കുമ്പോൾ പണ്ടത്തിനെയും കാട്ടിയും വായിക്കാൻ പറ്റുന്നുണ്ട്. നല്ല മാറ്റങ്ങളുണ്ട്. പിന്നെ PRP ചെയ്തതുകൊണ്ട് കുറച്ച് നാളെടുക്കും, നല്ലൊരു 2-3 മാസം എടുക്കും നമുക്ക് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ളൊരു വിഷൻ വരാൻ വേണ്ടി. ചെറിയൊരു ഗ്ലയർ പോലെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. എങ്ങനെയായാലും നല്ലൊരു വിഷൻ ആവാൻ വേണ്ടിയിട്ട് എങ്ങനെയായാലും ഒരു 3 മാസമൊക്കെ എടുക്കും. എന്തായാലും മുറിവൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ലീഫ് ആൻഡ് ലാറ്റെ എന്ന് പറഞ്ഞൊരു കഫേയിൽ പോയിട്ടുണ്ടായിരുന്നു. കുറേ നാളായിട്ട് പോകണമെന്ന് വിചാരിക്കുന്ന കഫേയാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നോക്കുമ്പോൾ തൃശ്ശൂർ ആർട്ടിഫിഷ്യൽ റെയിൻ അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു സംഭവമുള്ള കഫേയാണ്. അപ്പോൾ ഞാൻ ആ വഴി നമ്മുടെ ഹോസ്പിറ്റലിൽ തൊട്ടാണ്, നമ്മുടെ ഹോസ്പിറ്റൽ ഐവിഷൻ കണിമംഗലാട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു കഫേ ഉണ്ടായിരുന്നത്. അപ്പം അന്ന് ഞാൻ കണ്ടപ്പോൾ പോകാൻ എന്താ വെച്ചാൽ അന്ന് നമ്മുടെ കണ്ണൊക്കെ ആ ബ്ലാക്ക് ഗ്ലാസ് ഇട്ടിട്ട് നമുക്കൊരു ഫോട്ടോസോ അങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അടുത്ത് ഇങ്ങനത്തെ ഒരു വിസിറ്റ് ഉണ്ട്, അപ്പോൾ നമുക്ക് അപ്പം ഡോക്ടറെ കാണിക്കാൻ പോണ സമയത്ത് പോകാൻ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് പോയി. നല്ല രസമുണ്ടായിരുന്നു. നമുക്കൊരു ഗാർഡൻ അറ്റ്മോസ്ഫിയർ ആണ്. ഇതിന് മുമ്പേ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗൂഗിളിൽ റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോൾ അങ്ങനെ കണ്ടത് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്താൽ വരാൻ കുറേ നേരം എടുക്കും, പിന്നെ നല്ല റേറ്റ് ആണ് അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇല്ല കേട്ടോ, ഫുഡൊക്കെ ഓർഡർ ചെയ്താൽ നമുക്ക് നോർമൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി എത്ര സമയം എടുക്കും അത്രയും എടുക്കുള്ളൂ. പിന്നെ പ്രൈസും നെഗോഷ്യബിൾ തന്നെയാണ് കേട്ടോ. നമുക്ക് അത്ര ഹെവി പ്രൈസായിട്ടും തോന്നുന്നില്ല. നമ്മൾ നോർമലി എങ്ങനെയാണോ ആ ഒരു റേഞ്ച് തന്നെ അവിടെ ഉള്ളൂ. പിന്നെ കുറേ ഫ്ലവേഴ്സിൻ്റെയും പിന്നെ ചെടികളുടെയും ചുറ്റിയിരിക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് കേട്ടോ. പിന്നെ ആർട്ടിഫിഷ്യൽ റെയിനും അങ്ങനെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തിരക്കുണ്ട് കേട്ടോ. നമ്മൾക്ക് പുറത്ത് നോക്കുമ്പോൾ തിരക്കില്ലാത്ത പോലെ തോന്നും. കഴിഞ്ഞ വട്ടം പോയപ്പോഴും ഞാൻ അങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ അതിലധികം തിരക്കില്ലല്ലോ എന്നൊക്കെ തോന്നിയിട്ട്. പക്ഷെ ഉള്ളിൽ നമ്മുടെ ചെടികളുടെ ഇടയിൽ കുറേ ഏരിയാസ് ഉണ്ട് ആക്ച്വലി ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഉള്ളിൽ സ്ഥലമുണ്ടോ പോയി നോക്കുമ്പോൾ അവിടെ ഒന്നും സ്ഥലമില്ല, എല്ലായിടത്തും ആൾക്കാരാണ്. പിന്നെ കുറേ കോളേജ് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ചെടികൾ വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കുകയും ചെയ്യാം കേട്ടോ. അവിടെ കുറേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ പോയിട്ട് വേഗം ഡ്രസ്സൊക്കെ മാറ്റി താഴേക്ക് പോകാം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ മുഖം ഫേസ് വാഷ് ഇട്ട് കഴുകി. ഏകദേശം കഴിഞ്ഞ ജൂൺ 20-ാം തീയതി ആയിരുന്നു ഞാൻ ലാസ്റ്റിക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇതപ്പോൾ 12-ാം തീയതി, ജൂലൈ 12-ആയി. ഇതുവരെ ഞാൻ ഫേസ് വാഷ് ഒന്നും മുഖത്ത് തേച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് അത് വെച്ച് കഴുകിയപ്പോൾ വലിയൊരു സമാധാനം ഉണ്ട് കേട്ടോ. പിന്നെ കണ്ണ് ഞാൻ ഓവറായിട്ട് കഴുകാൻ നിന്നില്ല, ജസ്റ്റ് കണ്ണിങ്ങനെ അടച്ചിട്ടാണ് കഴുകിയത്. കണ്ണിൽ ഇപ്പോഴും ഞാൻ സ്റ്റെറൈൽ വൈപ്സ് വാങ്ങിയിട്ടുണ്ട്, കുറച്ച് നാളത്തേക്കും കൂടി ഉള്ളത്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് പിന്നെ കണ്ണ് നമുക്ക് ഞാൻ അങ്ങനെ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറി താഴെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാം. ഞാൻ കുറച്ച് നേരം TV ഒക്കെ കാണും കേട്ടോ. അത്രയും. രാത്രി കഴിക്കാൻ വേണ്ടി രാവിലത്തെ ചപ്പാത്തി ബാക്കിയുള്ളതുകൊണ്ട് അതും മഷ്റൂം കറി എടുത്തു. പിന്നെ ചോറും ഉച്ചത്തെ മോര് കറി, പിന്നെ അമ്മ തലേസ് ഉണ്ടാക്കിയ ചമ്മന്തി ഉണ്ടായിരുന്നു, ഒരു ബുൾസയും കൂടി ഉണ്ടാക്കി. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് ഞാൻ കിടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്ര നേരം കണ്ട നിങ്ങൾക്ക് താങ്ക് യു. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.